Hello dear friends, welcome to RJS Physics classes. Electromagnetic induction. Electromagnetic inductionന്റെ കുറേ ഏരിയയിലൂടെ നമ്മൾ ഓൾറെഡി സഞ്ചരിച്ചു. ഓക്കെ, ഇനി ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ വീഡിയോയിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കണേ. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടി വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, സോ ബുക്കും പെന്നും എടുത്തിട്ടുണ്ടാവുമല്ലോ. നമ്മളുടെ ടോപ്പിക്കിലൂടെ നീങ്ങാൻ റെഡി ആയിട്ടാവും നിങ്ങൾ ഇരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ, സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ്റെ പോലെ മറ്റൊരു പ്രോപ്പർട്ടി മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കോയിലുകളുടെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഒന്നാമത്തെ കോയിലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് രണ്ടാമത്തെ കോയിലിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാം. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കണ പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒന്നാമത്തെ കോയിലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് രണ്ടാമത്തെ കോയിലിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കാം. സോ അത് ഡിഫൈൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ടു കോയിൽസ് in which change in flux in the first coil will produce induced EMF in the second coil. Mutual induction is a property of two coils in which change in flux in the first coil will produce induced EMF in the second coil. Okay, ഈ കോയിലിലെ ഫ്ലക്സിനെ Φ1 എന്ന് വിളിക്കാം. ഇവിടുത്തെ ഫ്ലക്സ് Φ2. ഇവിടുത്തെ EMF E1, ഇവിടുത്തെ EMF E2, കറണ്ട് I1, ഇവിടുത്തെ കറണ്ട് I2. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ടു കോയിൽസ്. രണ്ട് കോയിൽസിന്റെ പ്രോപ്പർട്ടിയാണ്. ഇൻ വിച്ച് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻ ദ ഫസ്റ്റ് കോയിൽ വിൽ പ്രൊഡ്യൂസ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി സെക്കൻഡ് കോയിൽ. ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. ഇനി ഇവിടുത്തെ ഇക്വേഷൻ നമ്മൾ എഴുതുക എങ്ങനെയാണ്? Φ1 ഈസ് പ്രപ്പോർഷണൽ ടു I2. കാരണം ഒന്നാമത്തെ കോയിലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് രണ്ടാമത്തെ കോയിലാണ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ Φ1 ഈക്വൽ ടു M12 I2. ഇതേപോലെ Φ2 ഈക്വൽ ടു M21 I1. ഓക്കെ, അപ്പൊ ജനറലി നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഉള്ള കണ്ടീഷൻ M12 ഷുഡ് ബി ഈക്വൽ ടു M21. കാരണം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കോയിലിൻ്റെയും കൂടിയും പ്രോപ്പർട്ടിയാണ്. അതിൽ ഒന്നിനും മാത്രമായിട്ട് ഒരു സ്പെസിഫിക്കേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ M12 ഈക്വൽ ടു M21 we can take it as M. So we can write the equation Phi equal to Mi, where M is a constant called mutual inductance. M എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ പേരാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓർ കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ it is a property of two coils in which change in flux in the first coil will produce induced EMF in the second coil. It is mutual induction. Mutual inductance എന്താണെന്ന് ചോദിച്ചാൽ Phi equal to Mi. ഇതിൽ I എന്ന് കാണുന്നിടത്ത് 1 ആംപിയർ എന്ന് കൊടുക്കുക. അപ്പോൾ Phi is equal to M എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ mutual inductance is the magnetic flux in the first coil when 1 ampere current passing through the second coil. Mutual inductance is the magnetic flux in the first coil when 1 ampere current passing through the second coil. Idea കിട്ടിയില്ലേ? Mutual inductance is the magnetic flux in the first coil when 1 ampere current passing through the second coil. Logic clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? Mutual inductance is the magnetic flux in the first coil
when 1 ampere current passing through the second coil. Okay, logic clear ആയില്ലേ? And one more equation, E എന്ന് പറഞ്ഞ d phi by dt. Phi എന്നുള്ളതിന് പകരം mi കൊടുക്കുക, d by dt of mi. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും E equal to m into di by dt. ഇതിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എമ്മിനെ ഡിഫൈൻ ചെയ്യാം. E equal to m into di by dt. di by dt എന്ന് പറയുന്നത് 1 ആവണ സമയത്ത് di by dt equal to 1 ampere per second ആവുമ്പോൾ E equal to m എന്ന് പറഞ്ഞാൽ mutual inductance is the induced EMF in a coil. Mutual inductance is the induced EMF in the first coil when rate of change of current is unity in the second coil. Mutual inductance എന്താണെന്ന് ചോദിച്ചാലേ അത് ഇൻഡ്യൂസ്ഡ് EMF ആണ് ഒന്നാമത്തെ കോയിലിൽ. when rate of change of current is unity in the second coil. രണ്ടാമത്തെ കോയിലിൽ di by dt എന്തായിരിക്കണം, ഒന്നായിരിക്കണം. ഓക്കെ, ഒരിക്കൽ കൂടെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താന്ന് ചോദിച്ചാൽ അത് രണ്ട് കോയിലിന്റെ പ്രോപ്പർട്ടിയാണ്. ഒന്നാമത്തെ കോയിലിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് രണ്ടാമത്തെ കോയിലിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ട്രാൻസ്ഫോമർ അല്ലെ, ട്രാൻസ്ഫോമറിന്റെ ഐഡിയ നമുക്കറിയാം. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻ ദ ഫസ്റ്റ് കോയിൽ വിൽ പ്രൊഡ്യൂസ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദി സെക്കൻഡ് കോയിൽ. അതിനെ നമ്മൾ വിളിച്ച പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, then phi equal to mi is a required equation. M is called mutual inductance. Phi equal to mi എന്നുള്ള ഇക്വേഷനിൽ I equal to 1 ampere കൊടുത്താൽ phi equal to m വരും. Okay, so mutual inductance is a magnetic flux in the first coil. എപ്പോ? when 1 ampere current passing through the second coil. Okay, then E എന്ന് പറഞ്ഞാൽ d phi by dt ആണ്. phi എന്നുള്ളതിന് പകരം mi കൊടുക്കുമ്പോൾ E equal to m into di by dt. Okay, so അതിൽ നിന്ന് നമുക്ക് എമ്മിനെ ഡിഫൈൻ ചെയ്യാം. That's too simple. എങ്ങനെ? di by dt 1 ampere per second ആണ്. ആ സമയത്ത് E എന്ന് പറഞ്ഞ m ആണ്. So mutual inductance is the induced EMF in the first coil when rate of change of current is unity in the second coil. Logic clear ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. എന്തായിരിക്കും മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ്? നോ ഡൗട്ട് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് തന്നെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനും വരിക. ഒരു ടേബിൾ നമ്മൾ അളക്കുക മീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. അപ്പൊ രണ്ട് ടേബിളോ മീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് തന്നെയല്ലേ? 8 ടേബിൾ ഇട്ടാലും അളക്ക എന്ത് തന്നെയാണ്? മീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. സംശയമൊന്നുമില്ല. എത്ര ടേബിൾ നിരത്തിട്ടാലും നമ്മൾ ലെങ്ത് അളക്കുമ്പോഴുള്ള യൂണിറ്റ് എന്ത് മീറ്റർ തന്നെയാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിയേക്കാം, സംഖ്യ മാറും. ഒരു ടേബിൾ 1.5 മീറ്റർ ആണ്, 2 ടേബിൾ ഇട്ടാൽ 3 മീറ്റർ ആവും. സ്റ്റിൽ ഇറ്റ് ഈസ് ഇൻ മീറ്റർ. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? അതേപോലെ ഒരു കോയിലിന് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്, അതിൻ്റെ യൂണിറ്റ് ഹെൻറി ആണ്. അപ്പോൾ 2 കോയിൽ ഉണ്ടെങ്കിലും യൂണിറ്റ് എന്ത് ഹെൻറി തന്നെയാണ്. സോ ദ യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ഹെൻറി. ഇനി സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും തമ്മിലുള്ള റിലേഷൻ m ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് ഓഫ് L1 L2. ഓക്കെ, k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് കപ്ലിംഗ് കോൺസ്റ്റന്റ്. K is a constant called coupling constant. Perfect coupling ആണെങ്കിൽ K എന്നുള്ളതിൻ്റെ വാല്യൂ 1 ആണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോയിലിലെ ചേഞ്ച് ഇൻ ഫ്ലക്സ് മുഴുവനായിട്ടും രണ്ടാമത്തെ കോയിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ K എന്നുള്ളതിൻ്റെ വാല്യൂ 1 ആണ്. ലൂസ് കപ്ലിംഗ് ആണെങ്കിൽ Kൻ്റെ വാല്യൂ 0 ആണ്. ഒരു കോയിൽ ഒരു സ്ഥലത്തും മറ്റേ കോയിൽ കുറേ ദൂരം വെച്ചാൽ ഇതിലുണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്ലക്സ് ഒരിക്കലും രണ്ടാമത്തെ കോയിലെത്തില്ല. അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ K എന്നുള്ളതിൻ്റെ വാല്യൂ 0 വരും എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, നമ്മളെ ട്രാൻസ്ഫോമറൊക്കെ ഇതല്ലേ,
മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ? ഒന്നാമത്തെ കോയിലിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവണോ, രണ്ടാമത്തെ കോയിലിൽ എന്തുണ്ടാവണോ, വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യണോ. ആ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും തമ്മിലുള്ള റിലേഷൻ M ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് ഓഫ് L1 L2. K എന്നുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ പേരാണ് കപ്ലിംഗ് കോൺസ്റ്റന്റ്. പെർഫെക്റ്റ് കപ്ലിംഗ് ആണെങ്കിൽ K എന്നുള്ളതിൻ്റെ വാല്യൂ 1 വരും. ലൂസ് കപ്ലിംഗ് ആണെങ്കിൽ K എന്നുള്ളതിൻ്റെ വാല്യൂ 0 വരും. ലോജിക് ക്ലിയർ ആയില്ലേ? ഇനി മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു സോളിനോയിഡ്സ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, നമുക്കറിയാം ഫൈ എന്ന് പറഞ്ഞാൽ NBA ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ ഫസ്റ്റ് കോയിലും രണ്ടാമത്തെ സെക്കൻഡ് കോയിലാണ്. ഓക്കെ, ഒന്നാമത്തെ ഫസ്റ്റ് കോയിലും രണ്ടാമത്തെ സെക്കൻഡ് കോയിലും ഒന്നാമത്തെ കോയിലിൽ ഉണ്ടാവുന്ന ഫ്ലക്സ് ആണ് രണ്ടാമത്തെ കോയിലിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഫൈ എന്ന് പറഞ്ഞാൽ N1. B2ൻ്റെ വാല്യൂ നമുക്കറിയാലോ, μ0 N2I ഇൻറ്റു A. ഓക്കെ, സോ ഫൈ ഈക്വൽ ടു μ0 N1. N2 എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? N2/L എന്ന് എഴുതാണ്, A ഇൻറ്റു I. Comparing this with phi is equal to Mi, we will get the answer M is equal to μ0 N1 N2 A divided by L. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ടു സോളിനോയിഡ്സ്. വളരെ സിമ്പിളാണ് ഐഡിയ. സെൽഫ് ഇൻഡക്റ്റൻസ് പഠിച്ച കുട്ടിക്ക് ഫ്രീ കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. ഫൈ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ NBA. അത് രണ്ട് കോയിലിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ഒന്ന് ഫസ്റ്റ് കോയിലാണ്, കറണ്ട് സെക്കൻഡ് കോയിലാണ്. കറണ്ട് സെക്കൻഡ് കോയിലാണ് വരാം. അതുകൊണ്ട് എന്ത് ചെയ്തു? B2 എന്ന് എഴുതി, N1 B2A. ഓക്കെ, ദെൻ N1 ഇൻറ്റു B2 എന്നുള്ളതിന് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, μ0 N2I ഇൻറ്റു A. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? μ0 N2I ഇൻറ്റു A. ഓക്കെ, ദെൻ അതിനെ മാറ്റി എഴുതി. ഇതും ജനറൽ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും M ഈക്വൽ ടു μ0 N1 N2 A/L. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആണോ? സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഉള്ള ക്വാണ്ടിറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇതിൽ നമ്മൾ പുതിയൊരു കാര്യം പറയണു. എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഓക്കെ, അതിൽ വേറൊരു ടോപ്പിക് കൂടിയും പറയാം. രണ്ട് കോയിൽസ്. ഓക്കെ, രണ്ട് കോയിൽസ്. ഒന്നാമത്തെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് L1 ആണ്, രണ്ടാമത്തെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് L2 ആണ്. ഒന്നാമത്തെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് L1, രണ്ടാമത്തെ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് L2. അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ സ്റ്റൈലിലാണ് എടുക്കുക, L1 പ്ലസ് L2. ഇഫ് യു ആർ നോട്ട് കൺസിഡറിങ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, സോ മ്യൂച്വൽ ഇൻഡക്ഷൻ കൺസിഡർ ചെയ്യാണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സോ L1 പ്ലസ് L2 എന്നാണ് വരിക. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1/L ഈക്വൽ ടു 1/L1 പ്ലസ് 1/L2. ലോജിക് ക്ലിയർ ആണോ? ഈ പറഞ്ഞത് വരെ സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്, എനർജി ഓഫ് ആൻ ഇൻഡക്ടർ. എനർജി ഓഫ് ആൻ ഇൻഡക്ടർ, ഒരു ഇൻഡക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എനർജി. എനർജി ഓഫ് ആൻ ഇൻഡക്ടർ. ഓക്കെ, എനർജി ഓഫ് ആൻ ഇൻഡക്ടർ. നമുക്കറിയാം വർക്ക് ഡൺ ഓർ എനർജി എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ടൈമാണ്. പവർ ഇൻറ്റു ടൈമാണ് വർക്ക് ഡൺ ഓർ എനർജി. സോ dW ഈക്വൽ ടു P/dt. ബട്ട് പവർ ഈസ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. സ്വാഭാവികമായിട്ടും വർക്ക് ഡൺ ഈസ് EI/dt. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ വർക്ക് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. ഓക്കെ, ദെൻ പവറിന് പകരം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു dt. ഓക്കെ,
വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ഡി ടി. ഈ എന്നുള്ളതിന് നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡി ഡബ്ല്യു ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ ഡി ടി. ഡി ടി ക്യാൻസൽ ആയി പോവും. സോ വർക്ക് ഡൺ ഈക്വൽ ടു എൽ ഐ ഡി ഐ. Then total work done should be integral LIDI from 0 to I. Okay, so power എന്ന് പറഞ്ഞാൽ work by time. So work equal to power into time. ഇലക്ട്രിസിറ്റിയിൽ പവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ഏരിയയിൽ പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. സോ പവറിന് പകരം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ഡി ടി. ഈ എന്നുള്ള എൻ്റെ ഇക്വേഷൻ ഈ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തായിരുന്നു ആ ഇക്വേഷൻ? ഇ എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ, ഈ എന്നുള്ള എൻ്റെ ആൻസർ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. സോ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡി ടി ക്യാൻസൽ ചെയ്തു. ഡി ടി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഡി ഡബ്ല്യു എന്ന് പറഞ്ഞ എൽ ഐ ഡി ഐ. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എൽ ഐ ഡി ഐ ആണ്. ഓക്കെ, സോ ഡി ഡബ്ല്യു എൽ ഐ ഡി ഐ ടോട്ടൽ വർക്ക് ഡൺ ഷുഡ് ബി ഇന്റഗ്രൽ ഓഫ് എൽ ഐ ഡി ഐ. അതിൽ എൽ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ഇൻറ്റു ഇന്റഗ്രൽ ഐ ഡി ഐ. നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ, സോ ഇന്റഗ്രൽ ഐ ഡി ഐ എന്നുള്ളതിൻ്റെ ആൻസർ ഐ സ്ക്വയർ ബൈ 2. ഈ ലിമിറ്റ് കൊടുത്താലും ആൻസറിന് മാറ്റമൊന്നുമില്ല, കാരണം ലോവർ ലിമിറ്റ് 0 ആണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ ഐ സ്ക്വയർ ബൈ 2. or energy of an inductor is half Li square. Okay, so എന്താണ് എനർജി ഓഫ് ആൻ ഇൻഡക്ടർ എന്ന് ചോദിച്ചാൽ ഞാൻ ആ ടോപ്പിക് ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, എനർജി ഓഫ് ആൻ ഇൻഡക്ടർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഹാഫ് Li സ്ക്വയർ. ഓക്കെ, എനർജി ഓഫ് ആൻ ഇൻഡക്ടർ ഈസ് ഹാഫ് Li സ്ക്വയർ. ഇതാണ് എനർജി ഓഫ് ആൻ ഇൻഡക്ടർ. ഓക്കെ, സോ പറഞ്ഞ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എനർജി ഓഫ് ആൻ ഇൻഡക്ടർ ഈസ് ഹാഫ് Li സ്ക്വയർ. എന്താണ് എനർജി ഓഫ് ആൻ ഇൻഡക്ടർ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ കറണ്ട് ഫ്രം 0 to I. വാട്ട് ഈസ് മീൻ ബൈ എനർജി ഓഫ് ആൻ ഇൻഡക്ടർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ to increase the current from 0 to I. 0 കറണ്ട് നിന്ന് I കറണ്ട് വരെ എത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? എനർജി ഓഫ് ആൻ ഇൻഡക്ടർ. സംശയമില്ലല്ലോ. ഇതേപോലൊരു ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിരുന്നു. എനർജി ഓഫ് എ കപ്പാസിറ്റർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2C അല്ലെങ്കിൽ ഹാഫ് CV സ്ക്വയർ. Okay, energy of a capacitor is half CV square. Energy of an inductor is half Li square. Okay, രണ്ടും almost similar എന്ന് പറയാം. ഒരേ സ്റ്റൈൽ. Okay, so energy of an inductor half Li square. Energy of a capacitor half CV square. L inductance, C capacitance. ഒരു സ്ഥലത്ത് കറണ്ട്, അടുത്ത സ്ഥലത്ത് വോൾട്ടേജ്. പറഞ്ഞ വ്യത്യാസം ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഇതാണ് എനർജി ഓഫ് ആൻ ഇൻഡക്ടർ. ഇതിന്റെ ഡെഫിനിഷൻ കൊടുത്തിരുന്നത് ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ ചാർജ് ഫ്രം 0 to Q എന്നാണ്. ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ ചാർജ് ഫ്രം 0 to Q. 0 ചാർജ് നിന്ന് Q ചാർജ് വരെ എത്തിക്കാൻ ആവശ്യമായ വർക്ക് ഡൺ. അതാണ് എനർജി ഓഫ് എ കപ്പാസിറ്റർ. എനർജി ഓഫ് ആൻ ഇൻഡക്ടർ ഈസ് എ വർക്ക് ഡൺ to increase the energy from 0 to, it's a work done to increase the current from 0 to I. This energy is stored
in the electric field in between the plates of a capacitor. This energy will store in the electric field in between the plates of a capacitor as electrostatic potential energy. This energy will store in the electric field in between the plates of a capacitor as electrostatic potential energy. ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ എനർജി സ്റ്റോർ ചെയ്തത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിലാണ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം എന്താ, സ്റ്റോർ ചെയ്യണ എനർജി എപ്പോഴും എന്താ ഉള്ളൂ? പൊട്ടൻഷ്യൽ ആവുള്ളൂ, നോ ഡൗട്ട്. ഓക്കെ, സ്റ്റോർ ചെയ്യണ എനർജി എല്ലായ്പ്പോഴും എന്താണ്? പൊട്ടൻഷ്യലാണ്. ഓക്കെ, സോ ദിസ് എനർജി വിൽ സ്റ്റോർ ഇൻ ദ ഇലക്ട്രിക് ഫീൽഡ് in between the plates of a capacitor as electrostatic potential energy. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞതിൽ. This energy will store in the electric field in between the plates as electrostatic potential energy. Capacitor. In the case of inductor, this energy will store in the magnetic field of the coil. This energy will store in the magnetic fields in a coil. This energy will store in the magnetic field in a coil as magnetic potential energy. As magnetic potential energy. Okay, this energy will store in the magnetic field of the coil as magnetic potential energy. പറഞ്ഞ ലോജിക് ക്ലിയർ ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഓക്കെ, സോ ദിസ് ഈസ് ദ എനർജി ഓഫ് ഏതാണ്? എനർജി ഓഫ് അൻ ഇൻഡക്ടർ. ഓക്കെ, ആൻഡ് ദിസ് എനർജി ഓഫ് എ കപ്പാസിറ്റർ. പറഞ്ഞ ലോജിക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ആ ടോപ്പിക്കോട് കൂടി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ഏരിയ അവസാനിക്കും. ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള തിയറി പാർട്ട് അവസാനിക്കും. ഇനിയുള്ളത് അതിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ്. തിയറി പാർട്ടിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തത്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ എല്ലാ എനർജിയോടും എന്തൂസിയാസത്തോടും കൂടി ആ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ആൾ.